ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ 4ാമത്തെ യൂണിറ്റായ സ്ട്രൈവ് ആൻഡ് ത്രൈവിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സ്ട്രൈവ് എന്ന വാക്കിൻ്റെ അർത്ഥം പരിശ്രമിക്കുക, അതുപോലെ ത്രൈവ് എന്ന വാക്കിൻ്റെ അർത്ഥം നേടുക എന്നാണ്. അപ്പോൾ നമ്മൾ പരിശ്രമത്തിലൂടെ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. ഈ ഒരു യൂണിറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ ആൽഫ്രഡ് ലോ ടെന്നിസൺ എഴുതിയ യുളിസസ് എന്ന പോയത്തിലെ ചില വരികൾ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. We are one equal temper of heroic hearts, made weak by time and fate, but strong in will, to strive, to seek, to find, and know, to yield. ഈ വരികൾ ഈ യുളിസസ് എന്ന പോയത്തിലെ പ്രധാന കഥാപാത്രമായ യുളിസസ് അല്ലെങ്കിൽ ഒഡീസിയസ് പറയുന്ന ഒരു വരികളാണ്. അതായത് യുദ്ധത്തിന് ശേഷം തിരിച്ച് സ്വന്തം നാട്ടിലെത്തിയ വൃദ്ധനായ യുളിസസ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറയുകയാണ്, നമ്മൾ വളരെ വീക്കായി പോയി ശാരീരികമായി, എങ്കിലും നമുക്ക് നല്ലൊരു സ്ട്രോങ് വില്ലുണ്ട് അല്ലേ, അതുകൊണ്ട് നമുക്ക് വീണ്ടും നമ്മുടെ യാത്ര ആരംഭിക്കാം എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും അതിനെല്ലാം നേരിട്ടുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകണം. നമുക്ക് ഒരു ഉറച്ച തീരുമാനം, ഒരു ഡിറ്റർമിനേഷൻ, ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ ഒന്നും അസാധ്യമല്ല എന്നുള്ള ആശയം തന്നെയാണ് ഈ കവിതാഭാഗവും നമുക്ക് തരുന്നത്. അപ്പോൾ ഇവിടെ ഇൻ യുളിസസ് ദ ക്യാരക്ടർ ഓഫ് യുളിസസ് അല്ലെങ്കിൽ ഒഡീസിയസ് എംബോഡീസ് ദ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദ ലിമിറ്റേഷൻസ് ഇമ്പോസ്ഡ് ബൈ ഏജ് ആൻഡ് സർക്കംസ്റ്റാൻസസ്. അപ്പോൾ ഇവിടെ പ്രായം അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ വിധി എന്നിവ വ്യക്തികളെ ശാരീരികമായും മാനസികവുമായ രീതിയിൽ ദുർബലപ്പെടുത്താൻ കഴിയും. പക്ഷേ മനുഷ്യന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അവന് എന്തും നേടാൻ സാധിക്കും, ഏത് വെല്ലുവിളികളെയും മറികടക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ആണിവിടെ പറയുന്നത്. The lines emphasize that while time and fate may weaken individuals physically and emotionally, they do not diminish the strength of human will. അപ്പോൾ മനുഷ്യൻ്റെ ആ ഒരു വിൽ പവർ, ഇച്ഛാശക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. The will power is crucial for overcoming challenges and pursuing one's goal. നമ്മുടെ ലക്ഷ്യം നേടുന്നതിന് നമുക്ക് നല്ലൊരു വിൽ പവർ വേണം. Encapsulating the essence of perseverance. അങ്ങനെയാണ് നമുക്ക് സ്ഥിരോത്സാഹവും ഉറച്ച തീരുമാനമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളിലും നമുക്ക് വിജയിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ള ഒരു ചിത്രം നമുക്ക് നോക്കാം. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മുറിച്ചു മാറ്റപ്പെട്ട ഒരു മരം. ആ മരത്തിൽ നിന്ന് പുതുതായി പൊട്ടിമുളച്ച് വന്നിരിക്കുന്ന 2 ഇലകളാണ്. അതായത് ഇനിയും ആ മരം നശിച്ചിട്ടില്ല, അതിൽ നിന്ന് പുതിയ മരങ്ങൾ ഉണ്ടാവുന്നു. പ്രതീക്ഷ നമ്മൾ ഒരിക്കലും കൈവിടാൻ പാടില്ല എന്നുള്ള ഒരാശയമാണ് ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ 3 പാഠങ്ങളാണ്. ദി അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ ബൈ ബെഥനി ഹാമിൽട്ടൺ, എ ഷീൽഡ് ഓഫ് കറേജ് ബൈ നീരജ് ബാനറ്റ്, വോക്ക് എലോൺ എന്ന് പറയുന്ന രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഒരു പോയം. ഈ 3 പാഠങ്ങളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്നും പഠിക്കാനുള്ളത്. ഇനി ഇവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു. വാട്ട് ഡസ് ദ കൊളാഷ് കൺവേ ടു യു? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് മേക്ക് പീപ്പിൾ സക്സീഡ് ഇൻ ലൈഫ്? ഡിസ്കസ്. അപ്പോൾ ഇവിടെ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക്, ഈ ഒരു കൊളാഷിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? പല വിധത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ അവർ നിരാശപ്പെടാതെ ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നതിൻ്റെ ചിത്രങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ജീവിതത്തിൽ വിജയിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിശ്ചയദാർഢ്യം, പ്രതിരോധ ശക്തി എന്നൊക്കെ പറയുന്നത്. ഇത് ഏത് വെല്ലുവിളികളെയും ഏത് തിരിച്ചടികളെയും മറികടക്കാൻ നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൺവേ ചെയ്യുന്ന ആശയം എന്ന് പറയുന്നത് ഇറ്റ് ഫീച്ചേഴ്സ് ഡൈവേഴ്സ് ഇൻഡിവിജ്വൽസ് എൻഗേജ് ഇൻ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്. പല വ്യക്തികൾ പല ആക്ടിവിറ്റികളിൽ മുഴുകിയിരിക്കുന്നു. ഷോക്കേസിങ് തീം ഓഫ് ഓവർകമ്മിങ് ചലഞ്ചസ്, അല്ലെ, പല പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിട്ടാണ് അവർ മുന്നോട്ട് വരുന്നത്. ആൻഡ് പെർസ്യൂയിങ് പാഷൻസ് ഡെസ്പൈറ്റ് ഓബ്സ്റ്റക്കിൾസ്. അപ്പോൾ അവരുടെ എന്താണ് അവരുടെ ആഗ്രഹം, അതിനുവേണ്ടി അവർ പ്രയത്നിക്കുന്നു, അവരുടെ പ്രതിസന്ധികളിൽ തളരാതെ. ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു സക്സസ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിന് നമുക്ക് ഇങ്ങനെ ഉത്തരം എഴുതാം. ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ സക്സസ് ഇൻ ലൈഫ് ഇൻക്ലൂഡ് റെസിലിയൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ. അപ്പോൾ പ്രതിരോധ ശക്തിയും അതുപോലെ നിശ്ചയവും
നിശ്ചയദാർഢ്യവും നമുക്ക് ആവശ്യമാണ്. എനേബിളിംഗ് ഇൻഡിവിജ്വൽസ് ടു ഓവർകം ചലഞ്ചസ് ആൻഡ് സെറ്റ് ബാക്സ്. എല്ലാവിധ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും മറികടക്കാൻ മനുഷ്യനെ സഹായിക്കുന്നു. അഡീഷണലി എ സപ്പോർട്ടീവ് നെറ്റ്വർക്ക് ഓഫ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങളെ നേരിടുന്ന ആളുകൾക്ക് അവരുടെ ഫാമിലി അതുപോലെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. എലോങ് വിത്ത് അഡാപ്റ്റബിലിറ്റി ആൻഡ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ അച്ചീവിങ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗോൾസ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു വ്യക്തിയെ അവൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് ലക്ഷ്യം നേടിയെടുക്കാൻ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഘടകങ്ങളെന്ന് പറയുന്നത്. ഇനി നമ്മുടെ പാഠത്തിലേക്ക് വരികയാണ്. ദ അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ ബെഥാനി ഹാമിൽട്ടൺ. അപ്പോൾ ഇത് ഒരു സർഫറെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു വാട്ടർ സ്പോർട്സ് ആയ സർഫിങ്ങിനെ കുറിച്ചാണ്, അത് ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ പേരെന്ന് പറയുന്നത് ബെഥാനി ഹാമിൽട്ടൺ എന്നാണ്. ആരാണ് ബെഥാനി ഹാമിൽട്ടൺ? ബെഥാനി ഹാമിൽട്ടൺ ഈസ് ആൻ എക്സ്ട്രാ ഓർഡിനറി അമേരിക്കൻ സർഫർ നോൺ ഫോർ ഹർ റെസിലിയൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ. ഒരു അസാധാരണ അമേരിക്കൻ സർഫറാണ് ബെഥനി ഹാമിൽട്ടൺ. അപ്പോൾ അവരുടെ പ്രതിരോധ ശക്തിയും അതുപോലെ നിശ്ചയവും കൊണ്ട് അവർ വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു യുവതിയാണ്. അപ്പോൾ ഇവർ എന്താണ്, അറ്റ് ദ ഏജ് ഓഫ് 13 ഷീ സർവൈവ്ഡ് എ ഷാർക്ക് അറ്റാക്ക് ദാറ്റ് റിസൾട്ടഡ് ഇൻ ദ ലോസ് ഓഫ് ഹർ ലെഫ്റ്റ് ആം. 13-ാമത്തെ വയസ്സിൽ ഒരു ഷാർക്കിൻ്റെ ആക്രമണത്തിൽ, ഒരു സ്രാവിൻ്റെ ആക്രമണത്തിൽ അവളുടെ ഇടത് കൈ നഷ്ടമായി. അപ്പോൾ ഒരു സർഫറെ സംബന്ധിച്ചിടത്തോളം രണ്ട് കൈയും അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ്. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ ഇത്തരം സ്പോർട്സിലൊക്കെ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട് അവരുടെ ഇടത്തെ കൈ പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഡെസ്പൈറ്റ് ദിസ് ലൈഫ് ആൾട്ടറിങ് ഇവൻറ്റ് ഷീ റിട്ടേൺ ടു സർഫിംഗ്. എന്നിട്ടും അവർ വീണ്ടും തൻ്റെ ഈ ഇഷ്ടമുള്ള ഈ ഒരു സർഫിംഗ് ഫീൽഡിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. തൻ്റെ ആ ഒരു കൈ നഷ്ടപ്പെട്ട ആ ഒരു സംഭവത്തിന് ശേഷവും അവർ വീണ്ടും ഒരു മാസത്തിനുള്ളിൽ വീണ്ടും ഇതിലേക്ക് തിരിച്ചു വന്ന് ആളുകൾക്ക് പ്രചോദനമായി മാറിയ ഒരു വ്യക്തിയാണ് ബെഥനി ഹാമിൽട്ടൺ. ഇൻസ്പയറിംഗ് മെനി വിത്ത് ഹെർ സ്റ്റോറി ഓഫ് കറേജ് ആൻഡ് പെർസീവറൻസ്. ഹെർ ഓട്ടോബയോഗ്രഫി സോൾ സർഫർ ഡീറ്റെയിൽസ് ഹെർ എക്സ്പീരിയൻസസ് ആൻഡ് ഹാസ് ബീൻ അഡാപ്റ്റഡ് ഇൻ ടു ഫിലിം. അപ്പോൾ എന്താണ്, ഒരു പ്രൊഫഷണൽ സർഫറായി മാറി ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് ഒരു പ്രൊഫഷണൽ സർഫറായി മാറാൻ അവർക്ക് കഴിഞ്ഞു. അതിനവരെ സഹായിച്ചത് അവരുടെ ധൈര്യവും അതുപോലെ അവരുടെ ഉറച്ച തീരുമാനവും ഒക്കെയാണ്. അപ്പോൾ ഇവരുടെ കഥ ഒരുപാട് ആളുകൾക്ക് പ്രചോദനമായിട്ടുള്ള ഒരു കഥയാണ്. ഇവരുടെ ആത്മകഥയുടെ പേരാണ് സോൾ സർഫർ എന്ന് പറയുന്നത്. അതിൽ അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് അവർ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു ജീവിതം പിന്നീട് സിനിമയായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. വാട്ട് ടേൺഡ് ബെഥനീസ് തോട്ട്സ് അപ്സൈഡ് ഡൗൺ ഇൻ എ സ്പ്ലിറ്റ് സെക്കൻഡ്. ഒരു സെക്കൻഡ് കൊണ്ട് അവരുടെ ചിന്തയെ മാറ്റിമറിച്ച സംഭവം എന്താണ്? Bethany's thoughts were turned upside down in a split second when a tiger shark attacked her while she was surfing. അപ്പോൾ ഇവർ സർഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെ ഒരു സ്രാവ് ആക്രമിക്കുന്നു. She had no warning and was enjoying the calm water when the sudden attack occurred. അപ്പോൾ ഈ ഒരു അപകടം അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം നടക്കുമ്പോൾ വളരെ സാധാരണ രീതിയിൽ തന്നെയുള്ള തിരമാലകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു ഷാർക്കിൻ്റെ ആക്രമണം സംഭവിക്കുന്നത്. ഹൗ ഡിഡ് ബെഥനി ഫീൽ വെൻ ദ ഷാർക്ക് അറ്റാക്ട് ഹർ. അപ്പോൾ ഈ ഷാർക്ക് ഇവരെ ആക്രമിച്ച സമയത്ത് ഇവർക്ക് എന്താണ് തോന്നിയത്? ഈ സ്രാവ് ആക്രമിച്ച സമയത്ത് ഇവർക്ക് എന്താണ് തോന്നിയത്? വെൻ ദ ഷാർക്ക് അറ്റാക്ട് ഹർ ബെഥനി ഫെൽറ്റ് എ ലോട്ട് ഓഫ് പ്രഷർ. ഒരുപാട് പ്രഷർ അനുഭവപ്പെട്ടു. ആൻഡ് എ കപ്പിൾ ഓഫ് ക്വിക്ക് ടക്സ്. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ച് വലിക്കുന്നത് പോലെ തോന്നി. ബട്ട് സർപ്രൈസിംഗ്ലി ഷീ ഡിഡ് നോട്ട് ഫീൽ എനി പെയിൻ അറ്റ് ദാറ്റ് മൊമെൻറ്റ്. പക്ഷെ അവർക്ക് ആ സമയത്ത് വേദനയൊന്നും അനുഭവപ്പെട്ടില്ല. ഇറ്റ് വാസ് എ ഷോക്കിംഗ് എക്സ്പീരിയൻസ്. പക്ഷെ അവരാകെ ഭയന്നു പോയിരുന്നു. ആൻഡ് ഷീ വാസ് ഇൻ ഡിസ്ബിലീഫ് ആസ് ദ അറ്റാക്ക് ഹാപ്പൻ സോ ക്വിക്ക്ലി. വളരെ പെട്ടെന്നാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ വേദന അറിയാനുള്ള സമയം പോലും ഇല്ലായിരുന്നു. അപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, തൻ്റെ ഒരു കൈ നഷ്ടപ്പെട്ടിരിക്കുന്നു. How did Bethany's companions respond immediately after she was attacked by the shark? What is your impression of them? അപ്പോൾ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾ അവരെങ്ങനെയാണ് ഈ ഒരു സമയത്ത് റെസ്പോണ്ട് ചെയ്തത്? Bethany's companions, Byron and Holt, responded quickly and calmly. അവർ വളരെ പെട്ടെന്ന് തന്നെ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അവരുടെ ഭയം ഒന്നും പുറമേ കാണിച്ചില്ല. അവർ അവസരോചിതമായി പ്രവർത്തിച്ചു എന്നാണ്.
Holt took control of the situation, pushing Bethany on her board to safety. അപ്പോൾ ഇവരെ വലിച്ചുകൊണ്ട് കരയിലേക്ക് കൊണ്ടുവരുന്നു. They did not panic. ഇവർ ആകെ വെകിളി പിടിച്ചില്ല, അല്ലെ ഭയപ്പെട്ട അവസ്ഥയിൽ ഒരു നിയന്ത്രണം വിട്ട ഒരു ഭയമൊന്നും കാണിച്ചില്ല. വിച്ച് ഷോസ് ദെയർ സ്ട്രെങ്ത് ആൻഡ് കമ്പോഷർ ഇൻ എ ക്രൈസിസ്. അപ്പോൾ ഇങ്ങനെ ഒരു അപകട സമയത്ത് ഏത് രീതിയിൽ നിൽക്കണം എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു. മൈ ഇംപ്രഷൻ ഈസ് ദാറ്റ് ദേ വർ വെരി സപ്പോർട്ടീവ് ആൻഡ് ബ്രേവ്. അവരവരുടെ ധീരത കാണിച്ചു, അതുപോലെ വളരെ സപ്പോർട്ടിംഗ് ആയിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവർ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ആക്ടിങ് ക്വിക്ക്ലി ടു ഹെൽപ്പ് ബെഥനി. ഇനി അടുത്ത ചോദ്യം നോക്കാം. വൈ ഡിഡ് ഹോൾട്ട് വാണ്ട് ബെഥനി ടു കീപ് ടോക്കിംഗ് ടു ഹിം? അപ്പോൾ ഇവിടെ ഹോൾട്ട് എന്ന് പറയുന്ന വ്യക്തി ഇവരോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഈ അപകടം സംഭവിച്ചതിന് ശേഷം അവരോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് കൊണ്ടിരുന്നു. എന്തിനാണ് അത് ചെയ്തത്? Holt wanted Bethany to keep talking to him to ensure that she stayed conscious and alert. ഇവർ ബോധം കെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അബോധാവസ്ഥയിലായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഷീ വാസ് കൺസേൺഡ് അബൌട്ട് ഹെർ കണ്ടീഷൻ ആൻഡ് വാണ്ടഡ് ടു കീപ് ഹെർ എൻഗേജ്ഡ് ടു പ്രിവെൻറ്റ് ഹെർ ഫ്രം പാസിംഗ് ഔട്ട് ഡ്യൂ ടു ഷോക്ക് ഓർ ബ്ലഡ് ലോസ്. അപ്പോൾ ഈ രക്തം ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്, രക്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോധം കെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരോട് ഇങ്ങനെ പേടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നത്. വാട്ട് വാസ് ദ ഷോക്കിംഗ് ന്യൂസ് ഡോക്ടർ റോവിൻസ്കി റിവീൽഡ് ടു ബെഥനി ആൻഡ് ഹെർ ഫാമിലി? അപ്പോൾ ഇവിടെ അതിനുശേഷം ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ എന്താണ് ബെഥനിയോട് പറഞ്ഞത്? ഡോക്ടർ റോവിൻസ്കി റിവീൽഡ് ടു ബെഥനി ആൻഡ് ഹെർ ഫാമിലി ദാറ്റ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ആം. അപ്പോൾ കൈ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, ഇനി ഒരിക്കലും ആ കൈ പകരം വെക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട് കൈ നഷ്ടമായിരിക്കുന്നു. ദിസ് വാസ് എ ഡിവാസ്റ്റേറ്റിംഗ് പീസ് ഓഫ് ന്യൂസ് ഫോർ ദം. അപ്പോൾ ഒരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരുന്നു. ആസ് ഇറ്റ് മെന്റ് എ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഇൻ ബെഥനീസ് ലൈഫ്. അപ്പോൾ അത് ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു. ഇനി മുതൽ ഒരു കൈയുള്ള ഒരു വ്യക്തിയായിട്ട് ജീവിക്കണം എന്ന ഒരു അറിവ്, ഇപ്പോൾ വലിയ ഒരു മാറ്റം ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ആ ഒരു അറിവ് ഞെട്ടിക്കുന്നതായിരുന്നു. വൈ വർ ദ റിപ്പോർട്ടേഴ്സ് വെയിറ്റിംഗ് അറ്റ് ദ ഡോർവേ? അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് കുറേ റിപ്പോർട്ടേഴ്സ് കൂടിയിട്ടുണ്ടായിരുന്നു. അവരെന്തിനാണ് വന്നത്? ദ റിപ്പോർട്ടേഴ്സ് വർ വെയിറ്റിംഗ് അറ്റ് ദ ഡോർവേ ബിക്കോസ് ന്യൂസ് ഓഫ് ബെഥനീസ് ഷാർക്ക് അറ്റാക്ക് ഹാഡ് സ്പ്രെഡ് ക്വിക്ക്ലി. അപ്പോൾ ഈ ഒരു വാർത്ത, ഈ ഒരു അപകടം, ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്നുള്ള കാര്യം വളരെ പെട്ടെന്ന് എല്ലായിടത്തേക്കും പരന്നിട്ടുണ്ട്. ആൻഡ് ദേ വർ ഈഗർ ടു ഗെറ്റ് ഹെർ സ്റ്റോറി. അപ്പോൾ ഇവരെ ഒന്ന് എന്താണ് സംഭവിച്ചതെന്നൊക്കെ അറിയാനും ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാനും ഇവരെ ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടേഴ്സ് ആയിരുന്നു അത്. ദേ വാണ്ടഡ് ടു ഇൻ്റർവ്യൂ ഹെർ ആൻഡ് റിപ്പോർട്ട് ഓൺ ദി ഇൻസിഡൻറ്റ്. ഇനി അടുത്ത ചോദ്യം. ഹൗ ഡിഡ് ബെഥനീസ് ഫാദർ റിയാക്ട് ടു ഹെർ നോഷൻ ഓഫ് ബിക്കമിങ് എ സർഫ് ഫോട്ടോഗ്രാഫർ? വാട്ട് ഡസ് ദിസ് ടെൽ യു അബൌട്ട് ഹിം? അപ്പോൾ ഇതിനുശേഷം ഈ ബെഥനി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ഒരിക്കലും തനിക്കൊരു സർഫറാവാൻ കഴിയില്ല. അപ്പോൾ ഇനി തനിക്ക് ചെയ്യാൻ കഴിയുന്നത് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തൊരു ഫോട്ടോഗ്രാഫറായിട്ട് നിൽക്കാം ആണ് ഇനി കഴിയുകയുള്ളൂ എന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ ഇത് എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? ബെഥനീസ് ഫാദർ റിയാക്റ്റഡ് സപ്പോർട്ടീവ്ലി. അപ്പോൾ അദ്ദേഹം ഇവരെ സപ്പോർട്ട് ചെയ്തു, ഈ ഒരു ഐഡിയ സപ്പോർട്ട് ചെയ്തു. ടു ഹെർ ഐഡിയ ഓഫ് ബിക്കമിങ് എ സർഫ് ഫോട്ടോഗ്രാഫർ ഹി നോഡഡ് ആൻഡ് ട്രൈ ടു സ്മൈൽ. അപ്പോൾ നല്ല വിഷമമുണ്ട് എങ്കിലും ഒരു ചിരിച്ച മുഖത്തോടു കൂടി ശരി അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഹി അണ്ടർസ്റ്റുഡ് ഹെർ ഫീലിങ്സ് ആൻഡ് ആസ്പിറേഷൻസ്. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങളും അതുപോലെ ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചത്. ദിസ് ഷോസ് ദാറ്റ് ഹി ഈസ് കെയറിങ് ആൻഡ് വാണ്ട്സ് ടു എൻകറേജ് ഹെർ ഡ്രീം ഈവൻ ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അദ്ദേഹം നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ നല്ലോണം വളരെ കെയറിങ് ആണ്, അതുപോലെ അവരുടെ ഈ ഒരു ആഗ്രഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇൻ വാട്ട് വേ ഡിഡ് ബെഥനീസ് ബ്രദേഴ്സ് കീപ് ഹെർ സ്പിരിറ്റ്സ് അപ്പ്? അപ്പോൾ ഈ രീതിയിൽ ഒരു കൈ നഷ്ടപ്പെട്ടു പോവുക എന്ന അവസ്ഥയിൽ ആകെ നിരാശപ്പെട്ടു പോകേണ്ട ഒരു വ്യക്തി അവരെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവരെ ഈ ദുഃഖത്തിൽ നിന്ന് ഒന്ന് കരകയറ്റാൻ വേണ്ടിയിട്ട് ഇവരുടെ സഹോദരന്മാർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവരെന്താണ് ചെയ്തത്? ബെഥനീസ് brothers helped keep her spirits up by being laid back and joking around. അപ്പോൾ എപ്പോഴും കൂടെ തന്നെ നിൽക്കുകയും അതുപോലെ തമാശകളൊക്കെ പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവർ എപ്പോഴും ഒരു പോസിറ്റീവ് ഫീലിങ്സ് അവിടെ ഉണ്ടാക്കി എന്നുള്ളതാണ്. They did not show their fear or pain. അവരുടെ ദുഃഖമോ വേദനയോ ഒന്നും അവർ പുറമെ കാണിച്ചില്ല.
They helped Bethany feel stronger and more supportive during her recovery. അപ്പോൾ ഇവരുടെ ഈ ഒരു റിക്കവറി സമയത്ത് അവർക്ക് നല്ലൊരു സപ്പോർട്ടായി ഈ രണ്ട് ബ്രദേഴ്സും ഉണ്ടായിരുന്നു. Why was Bethany provided security cover? എന്തുകൊണ്ടാണ് ഇവർ സെക്യൂരിറ്റി കവർ നൽകിയത്? Bethany was provided security cover because there was a large media presence. അപ്പോൾ ഇവിടെ ബെഥനിക്ക് എന്തുകൊണ്ടാണ് ഒരു സെക്യൂരിറ്റി കൊടുത്തത് അല്ലെങ്കിൽ സംരക്ഷണം കൊടുത്തതെന്നാണ് ഉദ്ദേശിക്കുന്നത്. Bethany was provided security cover because there was a large media presence. കാരണം കുറേ ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് മെനി പീപ്പിൾ വാണ്ടിങ് ടു അപ്രോച്ച് ഹർ ആഫ്റ്റർ ദി അറ്റാക്ക്. ഒരുപാട് ആളുകൾ അവരെ കാണാൻ താല്പര്യപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹർ ഫാമിലി വാണ്ടഡ് ടു എൻഷുർ ഹർ സേഫ്റ്റി ആൻഡ് പ്രൈവസി ഡ്യൂറിങ് സച്ച് എ ഡിഫിക്കൽട്ട് ടൈം. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ ഒരു പ്രൈവസിയാണ് അവർക്ക് ആവശ്യമെന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവർക്കൊരു സെക്യൂരിറ്റി കൊടുത്തത്. Why did she agree to give interviews? What was the impact of this decision? അങ്ങനെ അവസാനം ഇവർ തന്നെ തീരുമാനിക്കുകയാണ്, ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു. എന്തായിരുന്നു അതിൻ്റെ ഫലം? Bethany agreed to give interviews to help others who might be facing challenges. അപ്പോൾ ഇവർ പറഞ്ഞു ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രതിസന്ധികളിലൂടെയൊക്കെ പോകുന്ന ആളുകൾക്ക് താനൊരു പ്രചോദനമായി മാറും, അതിനുവേണ്ടി ഇൻ്റർവ്യൂ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. The impact of this decision was significant. It turned her into an inspiration for many people. അപ്പോൾ ഇവർ മറ്റുള്ള ഒരുപാട് ആളുകൾക്ക് പ്രചോദനമായി മാറാൻ കഴിഞ്ഞു. ഷോയിങ് ദാറ്റ് വൺ ക്യാൻ ഓവർകം അഡ്വേഴ്സിറ്റി. അപ്പോൾ എന്ത് പ്രശ്നങ്ങളെയും തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതിനൊരു നല്ല ഉദാഹരണമായി മാറി ഈ വ്യക്തി. ഇവരുടെ ഇൻ്റർവ്യൂ ഒരുപാട് ആളുകളിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ ഉണർത്തി. What did her friends mean when they said Bethany had become something more than a surfer? അപ്പോൾ ഇവിടെ ഫ്രണ്ട്സ് പറയാണ് ഒരു സർഫറേക്കാൾ വലിയൊരാളായി മാറി, അതിനേക്കാളും വലിയൊരാളായി മാറി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? Her friends meant that Bethany had become a symbol of resilience. അപ്പോൾ എന്ത് സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും നേരിടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ഹോപ്പ് ഫോർ മെനി പീപ്പിൾ, ഒരുപാട് ആളുകളുടെ പ്രതീക്ഷയാണ്. വെറുതെ ഒരു സർഫർ മാത്രമല്ല. Her story of survival and determination inspired others to face their own challenges. ഇത് ഇത്തരത്തിലുള്ള പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉള്ള ആളുകൾക്കൊക്കെ ഒരു പ്രചോദനമായി മാറി. What difficulties did she face while trying to surf with a single hand? അപ്പോൾ വീണ്ടും ഇവരൊരു സർഫർ ആവണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു കൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കൈ വെച്ചുകൊണ്ട് ഇവരെങ്ങനെയാണ് സർഫ് ചെയ്യാൻ വീണ്ടും ആരംഭിച്ചത്? അതിന് അവർ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? Bethany faced the difficulty of balancing. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ മുകളിൽ കയറിയുന്നുകൊണ്ട് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ തന്നെ മറ്റു കൈ ഒരു ഭാഗം ഒന്നും സപ്പോർട്ട് ചെയ്യാനില്ല. അപ്പോൾ ആ രീതിയിൽ ബാലൻസ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ചലഞ്ചായിരുന്നു. പാഡ്ലിംഗ് വിത്ത് ഓൺലി വൺ ആം, ഒരു കൈ കൊണ്ട് നീങ്ങുക. which made it challenging to get back on the board and ride the waves effectively. അത് അവരുടെ പെർഫോമൻസിനെ തുടക്കത്തിൽ കാര്യമായി തന്നെ ബാധിച്ചിരുന്നു. ഒരുപാട് പരിശ്രമിച്ചതിന് ശേഷമാണ് അവർക്ക് വീണ്ടും പഴയ പോലെ സർഫ് ചെയ്യാനൊക്കെ സാധിച്ചത്. Why was Bethany discouraged after the first trial? അങ്ങനെ ആദ്യ ശ്രമത്തിന് ശേഷം അവർ ഒരല്പം നിരുത്സാഹപ്പെടുകയുണ്ടായി. Bethany was discouraged after her first trial of surfing again because she struggled to get up on the board. ബോർഡിൽ കയറി നിൽക്കാൻ സാധിക്കുന്നില്ല, ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. And felt that it was harder than she had anticipated. അപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഈ ഒരു കൈ മാത്രമുള്ള ഒരു വ്യക്തിയായി നിന്നുകൊണ്ട് സർഫ് ചെയ്യുക എന്നുള്ളത്. How did her father encourage her? ഇവരുടെ പിതാവ് എങ്ങനെയാണ് ഇവരെ എൻകറേജ് ചെയ്തത്? Her father encouraged her by expressing confidence in her abilities. അപ്പോൾ ഇവളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു, അവളുടെ കഴിവുകളിൽ കോൺഫിഡൻസ് നൽകിക്കൊണ്ടിരുന്നു. Telling her that he believed she could do whatever she set her mind to. അപ്പോൾ വിചാരിക്കുന്ന എന്ത് കാര്യവും നേടിയെടുക്കാനുള്ള കഴിവ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് കോൺഫിഡൻസ് നൽകിക്കൊണ്ടിരുന്നു. Which helped boost her moral. അപ്പോൾ അവരുടെ ധൈര്യം അതുകൊണ്ട് വർദ്ധിച്ചു. Then it happened. What happened then? ഇവിടെ then it happened, അപ്പോൾ അത് സംഭവിച്ചു എന്ന് പറയുന്നത് എന്താണ് ഈ സംഭവിച്ച കാര്യം? It refers to the moment when Bethany finally caught a wave. അങ്ങനെ അവസാനം ഒരു തിരമാല
തിരമാലയുടെ മുകളിൽ ഈ ഒരു ബോർഡുമായിട്ട് കയറാൻ പറ്റി എന്നുള്ളതാണ്. സക്സസ്ഫുള്ളി സ്റ്റുഡ് അപ്പോൺ ഹെർ സർഫ് ബോർഡ് അഗെയിൻ, വീണ്ടും ഈ ബോർഡിൽ കയറി നിൽക്കാൻ സാധിച്ചു. ആഫ്റ്റർ ഹെർ ഷാർക്ക് അറ്റാക്ക്, ദിസ് വാസ് സിഗ്നിഫിക്കൻറ്റ് ടേണിംഗ് പോയിന്റ് ഫോർ ഹർ. ഇത് ഇവരുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു. ആസ് ഇറ്റ് റീസ്റ്റോർഡ് ഹെർ കോൺഫിഡൻസ് ആൻഡ് ജോയ് ഇൻ സർഫിംഗ്. അപ്പോൾ അത് അവരുടെ ആത്മവിശ്വാസം തിരിച്ചു നൽകുകയും അതുപോലെ തന്നെ ഈ ഒരു സർഫിംഗ് ഫീൽഡിൽ ഒരു അറിയപ്പെടുന്ന വ്യക്തിയായി മാറാൻ അവർക്ക് കോൺഫിഡൻസ് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ജീവിതത്തിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.